ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് കുറേ ദിവസങ്ങൾക്ക് ശേഷം നമ്മളൊരു മേക്കപ്പ് വീഡിയോ ആയിട്ടാണ് ഗായ്സ് വന്നിരിക്കുന്നത്. ഞാൻ ഇപ്പോൾ ഒരിടത്ത് പോകുന്നുണ്ട്. അപ്പോൾ നല്ല ഹെവി ആയിട്ട് ഞാൻ അങ്ങനെ മേക്കപ്പ് ചെയ്യാറില്ല. സ്കിൻ കെയർ പ്രോഡക്റ്റ്സാണ് ഞാൻ കൂടുതലും യൂസ് ചെയ്യാറ്. ഇപ്പം നൈറ്റാണ് കേട്ടോ. അപ്പം നമുക്ക് പറഞ്ഞ് മോഷിപ്പിക്കുന്നില്ല. അപ്പം ഞാൻ സാധനങ്ങളൊക്കെ കയ്യിലൊറ്റക്കടിയിൽ കാണിച്ചു തരാം. കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടാട്ടോ ഞാൻ ഒരുങ്ങുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. അപ്പോൾ ഗൈസ്, നമ്മൾ തുടങ്ങുകയാണ്. ആദ്യം തന്നെ നമ്മൾ സ്കിൻ കെയർ ആട്ടോ ചെയ്യുന്നത്. സ്കിൻ കെയറിന് വേണ്ടി ഞാൻ ആദ്യം എടുക്കുന്നത് അലോവേര ആണ്. അലോവേര ആയുർവേദിക്കിൽ നല്ല ഇതാണെന്ന് കേട്ടിട്ടുണ്ട്. ഫോർ നമ്പർ 1 ആണെന്ന് കേട്ടിട്ടുണ്ട്. അലോവേര ജെല്ലാട്ടോ ഞാൻ എടുത്തിരിക്കുന്നത്. ഇത് പൊട്ടിച്ചിട്ടില്ല, അതാണ് പ്രശ്നം. കാണാൻ വലിയ ഇതൊന്നുമില്ല കേട്ടോ, കളറൊന്നുമില്ല ഇതിന്. ഇവിടെ വെള്ളത്തിൻ്റെ കളറില്ല, കളറാണ്. എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ പറയേണ്ട ആവശ്യമില്ലല്ലോ. കുറച്ചെടുത്തിട്ടുണ്ട്. ഞാൻ ഈ മേക്കപ്പ് ചെയ്യുമ്പോൾ സ്ട്രോക്ക് ക്രീം എൻ്റെ കയ്യിൽ ഇല്ല, അതുകൊണ്ടാട്ടോ. അല്ലെങ്കിൽ നമുക്ക് സ്ട്രോക്ക് ക്രീമിനോട് മിക്സ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ എൻ്റെ കയ്യിലുണ്ട്. കുറച്ചെടുത്ത് എനിക്ക് ഭയങ്കര ഇഷ്ടമായി മേക്കപ്പൊക്കെ ചെയ്യാൻ, മേക്കപ്പ് വീഡിയോ ചെയ്യാൻ ഭയങ്കര എൻ്റെ എൻ്റർടൈൻമിംഗ് ആണ്. മുടിയൊക്കെ ഞാൻ ചീവി കൊടുത്തായിരുന്നു കേട്ടോ നേരത്തെ. സമയമില്ലേ, പക്ഷെ ഞാൻ കുറേ സാധനങ്ങൾ വെച്ചാണ് വിരിക്കുന്നത്. ഞാൻ സമയമില്ലെങ്കിൽ സമയം ഉണ്ടാക്കുന്നല്ല, നന്നായിട്ട് ബ്ലെൻഡ് ചെയ്യണം. നമ്മളെപ്പോഴും ചെയ്യുമ്പോൾ മേപ്പോട്ടാണ് ചെയ്യുക, കവളിങ്ങനായി നമ്മൾ കണ്ടില്ല കേട്ടോ. അങ്ങനെ കൈസ് അലോവേര നന്നായിട്ട് മസാജ് ചെയ്ത് പിടിപ്പിക്കണം കേട്ടോ. അങ്ങനെ കൈസ് നമ്മൾ നല്ല മസാജ് ചെയ്ത് നല്ല അടിപൊളിയാക്കിയിട്ടുണ്ട്. അടുത്തതായിട്ട് ഞാൻ യൂസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഈ ഒരു ഇത് ക്രീമാണ്. എനിക്കിൻ്റെ പേരൊന്നും അറിയില്ല, ഞാനിത് അങ്ങനെ അടുത്തായിട്ട് യൂസ് ചെയ്യാറില്ല, വല്ലപ്പോഴൊക്കെ യൂസ് ചെയ്യാറുള്ളൂ. അധികം പേർക്ക് ഇത് അറിയായിരിക്കും. അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണേ, അറിയാവുന്നവരൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പേര് നിങ്ങൾ നോക്കണേ. അപ്പോൾ കൈസ് നമ്മൾ കുറച്ചെടുത്തിട്ടുണ്ട്. അറിയായിരിക്കും നിങ്ങൾക്ക് ഈ ക്രീം, പക്ഷെ ഞാനിതങ്ങനെ യൂസ് ചെയ്യാറില്ല. പിന്നെ വില ഇച്ചിരി കൂടുതലാട്ടോ, ഞാൻ തപ്പി മേടിച്ചാണ്. വില ഇച്ചിരി കൂടുതലായതുകൊണ്ട് ഞാനങ്ങനെ യൂസ് ചെയ്യാറില്ല. എല്ലാം ഇങ്ങനെ യൂട്യൂബിലൊക്കെ കാണിക്കൂലേ സ്കിൻ കെയർ, അങ്ങനെയൊക്കെ അവർ പറയും ഓ ഭയങ്കര എന്താ പറയുക കുറവാണ്, വിലയൊക്കെ ഭയങ്കര കുറവാണ്, നിങ്ങളങ്ങ് മേടിക്കുക, നല്ല മാട്ടോ. ആഹാ, അങ്ങ് മേടിക്കുക, അതിനൊരു കുഴപ്പവുമില്ല എന്നൊക്കെ പറയുന്നവരുണ്ടാവും. പിന്നെ ലാസ്റ്റിൽ പിന്നെ അടുത്തത് ഞാൻ ചെയ്യാൻ പോകുന്നത് ഏറ്റവും ലാസ്റ്റിൽ എൻ്റെ ഫേവററ്റ് സ്കിൻ കെയറിൽ ഏറ്റവും നമ്പർ 1 അതിൻ്റെ ഫേവററ്റാണ് ഡേംഡോക്കിൻ്റെ നൈറ്റ് ക്രീമാണ് ഞാനിപ്പോൾ പുരട്ടാൻ വേണ്ടി പോകുന്നത്. ഇത് ഞാൻ ഡെയിലി ഉപയോഗിക്കും കേട്ടോ. അപ്പോൾ ആണെങ്കിൽ ഭയങ്കര എന്താ പറയുക ക്യാരി ചെയ്തുകൊണ്ട് പോകാൻ നമുക്ക് പറ്റും. നമുക്കിപ്പം അടുത്തൊക്കെ പോകുന്നത് ബാഗിലൊക്കെ ഇട്ടുകൊണ്ട് പോകാൻ ഭയങ്കര എന്താ പറയുക ഇതാ, എനിക്ക് പെട്ടെന്ന് വല്ല ഒരു ഗ്ലോ ഇത് ചെയ്ത് എൻ്റെ മുഖത്ത് എനിക്കിപ്പോൾ നല്ലൊരു ഗ്ലോയും ഇതൊക്കെ കിട്ടാറുണ്ട്. നൈറ്റിൽ ഇതൊക്കെ തേച്ച് കിടന്നുണ്ടല്ലോ, പൊളിയാണ് കേട്ടോ. ഇതിനകത്ത് കുറേ ഐറ്റംസ് അടങ്ങിയിട്ടുണ്ട്, ആയുർവേദിക്കായിട്ടുള്ള അങ്ങനെ കുറേ ഐറ്റംസ്, നമ്മൾ സ്കിന്നിന് വേണ്ട കുറേ സ്കിൻ ഗ്ലോ ആക്കാനുള്ള കുറേ ഐറ്റംസ്, അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. നമുക്ക് തുറക്കാം. ഈ ഡേംഡോക്കിൻ്റെ ഈ പടം കാണുമ്പോഴേ എന്ത് ഇഷ്ടമാണെന്ന് പറയാം. ഇങ്ങനെ വന്നിട്ടുണ്ട്, എടുക്കാം. ഞാനതിപ്പോൾ എത്രാമത്തെ ഇതൊന്നും എനിക്ക് കഴിയില്ല. നമ്മൾ ഇതാണ് കേട്ടോ ഇപ്പോൾ സാധനം, ഒരു കറുത്ത ബ്രൗൺ കളറാട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ഇരിക്കുമ്പോഴത്തേക്കിനും ഈ കളറാണ് അതിന് പെട്ടിരിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നോക്കുമ്പോൾ ഒരു കറുപ്പ് തോന്നും, ജെല്ലി സ്ലൈമൊക്കെ മാതിരി തോന്നും, പക്ഷെ അങ്ങനെയല്ല, ക്രീമാണത്. അല്ല, കയ്യിലെടുക്കുമ്പോൾ പ്രത്യേകിച്ച് കളറൊന്നുമില്ല, ആ അലോവേര കളർ തന്നെ കേട്ടോ. ഈ അലോവേര കളർ തന്നെയാണ് കയ്യിലെടുത്ത് നോക്കുമ്പോൾ, പക്ഷെ ശരിക്കും അതിൻ്റെ കളറല്ല. നിങ്ങൾ വീഡിയോയിൽ കാണുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് പ്രത്യേകിച്ച് കളറൊന്നും
തോന്നത്തില്ല. ഞാൻ കുറച്ചേ പറ്റുന്നുള്ളൂ കേട്ടോ. അതൊക്കെ ഇഷ്ടമല്ല. അങ്ങനെ എനിക്ക് ഓവർ മേക്കപ്പ് ഒന്നും ഇഷ്ടമല്ല കേട്ടോ. ഞാൻ ലിപ്സ്റ്റിക് ഇടാനും കുറച്ചേ ഇടുള്ളൂ. ഇതിൻ്റെ മണം എനിക്ക് അത്ര ഇഷ്ടമല്ല കേട്ടോ. കാരണം ഒരു വൃത്തികെട്ടൊരു മണമാണ്. എനിക്ക് അത്ര ഇഷ്ടമുള്ള മണമല്ല കേട്ടോ. പക്ഷെ നമ്മുടെ സ്കിന്ന് നല്ലൊരു ഗ്ലോ തരും കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇതിൻ്റെ വില എനിക്കറിയില്ല, ഞാൻ എങ്ങനെ ഓർഡർ ചെയ്യുന്നതാണ്. ഇതിൻ്റെ വിലയൊന്നും അത്ര ധാരണയില്ല. ഓക്കെ, അപ്പം നമ്മളുടെ സ്കിൻ കെയർ കഴിഞ്ഞു. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ സ്കിൻ മാത്രം നോക്കിയാൽ പോലെ നമ്മുടെ ബോഡിയും കൂടെ നോക്കണ്ടേ. ബോഡി ലോഷൻ ബോഡിയിൽ ഉൾപ്പെടുന്നതാണ് നമ്മുടെ സ്കിന്ന്, ഫേസ്. നമുക്ക് ബോഡി കയ്യിലും കാലയിലും ഒക്കെ പറ്റാൻ വേണ്ടിയിട്ടാണ് ഞാൻ കയ്യിൽ പറ്റുന്നത്. ദൈവമേ, കുറച്ച് ഇട്ടിട്ടുള്ളൂ കേട്ടോ. കളറ് വന്നിട്ട് ഈ ഒരു വൈറ്റ് കളറാണ്. കയ്യിലൊക്കെ നന്നായിട്ട് പരട്ടി കൊടുക്കുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ ഒരു ക്രീം എപ്പോഴും പരട്ടുന്നത്. അപ്പോൾ ഗൈസ് നമുക്ക് പരട്ടിയിട്ട് കാണാം. അപ്പോൾ ഗൈസ് നമ്മൾ ക്രീമൊക്കെ പരട്ടി നല്ല സെറ്റപ്പായിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ നല്ലൊരു ബോഡിക്കൊക്കെ നല്ലൊരു ഗ്ലോ കിട്ടിയിട്ടോ. ഇത് പപ്പായ ആണ്, പപ്പായയുടെ ഒരു ബോഡി ലോഷനാണ്. ഭയങ്കര നല്ലൊരു ഗ്ലോ, നമുക്ക് നല്ല ബോഡിക്ക് നല്ലൊരു ഗ്ലോ തരുന്നതാണ്. എപ്പോഴും ഞാനത് പരട്ടാറുണ്ട് കേട്ടോ. നൈറ്റിലൊക്കെ കിടക്കാൻ നേരം ഞാൻ ഇത് കൂൾ സെൻറ്റർ കൂടുതലും യൂസ് ചെയ്യാറ്. ആഹാ, നല്ല വേണം കേട്ടോ. പപ്പ ദുബായിൽ നിന്ന് കൊണ്ടുവന്നത്, ഗൾഫിൽ നിന്ന് കൊണ്ടുവന്ന കേട്ടോ. അമ്മയ്ക്ക് ഇതുപോലെ സാധനങ്ങളൊക്കെ കൊണ്ടുത്തരും. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ ഒരു മേക്കപ്പിലേക്കാണ് നമ്മൾ കിടക്കുന്നത്. നമ്മൾ വെറും മേക്കപ്പ്, നമ്മൾ വെറും കച്ചറയാണ്. നമ്മൾ ഒരു ഫൗണ്ടേഷനും ഫേസസ് കാനഡയുടെ ഒരു 3-in-1 ഫൗണ്ടേഷനാണ് ഗൈസ്. ഇത് തപ്പി നടന്ന ഫൗണ്ടേഷനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇപ്പം ഓൾവേസ് ഇനി എൻ്റെ കയ്യിൽ കിട്ടി ഗൈസ്. ഇതുവരെ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് യൂസ് ചെയ്ത് നോക്കണം. ഇന്ന് കിട്ടിയ സാധനം കേട്ടോ. പിന്നെ നമ്മളൊരു നോർമൽ, ഇത് ഞാൻ സ്റ്റുഡിയോയിൽ നിന്ന് മേടിച്ചിട്ടാട്ടോ. അമ്മ ഞങ്ങൾ അബാക്കസ് എന്ന് പറഞ്ഞാൽ മേടിച്ചാട്ടോ. ചെങ്ങന്നൂർ പോയി അന്നേരം അമ്മ ഈ ലിപ്സ്റ്റിക്ക് ഫാൻസി കടയിൽ കയറിയിട്ട് മേടിച്ചാട്ടോ. ഭയങ്കര എനിക്കിഷ്ടമാണ് ഈ ഒരു ലിപ്സ്റ്റിക്കാണ് ഞാൻ മെയിനായിട്ടും യൂസ് ചെയ്യാറ്. ഇത് കണ്ടില്ലേ പിന്നെ ഒന്നും കണ്ടില്ല. മണം എനിക്കത്ര ഇഷ്ടമില്ല, കാരണം ഒരു മരുന്നിൻ്റെ മണമാണ്. അപ്പോൾ ഗൈസ് നമുക്ക് എനിക്കെന്തോ എൻ്റെ സ്കിന്നിന് പറ്റിയ കളറാട്ടോ ഞാൻ ചെയ്തിരിക്കുന്നത്. പറ്റിയതാണോ എന്ന് എനിക്കറിയില്ല. എൻ്റെ ദൈവമേ, വില ഇച്ചിരി കൂടുതലാണേ, അതുകൊണ്ട് ഇച്ചിരി നമുക്ക് എടുക്കാൻ കൊള്ളൂ. കുറച്ചെടുക്കുന്നു വേണ്ടിയിട്ടും എൻ്റെ ദൈവമേ, എന്താണെന്ന് എനിക്കൊരു വീഡിയോ ഇല്ല. അതായത് നമ്മൾ ഇത്ര എടുക്കുന്നുള്ളൂ കേട്ടോ. അതങ്ങനെ ഒലിച്ച് പോകാൻ നിങ്ങൾക്ക് തോന്നാണേ. ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ഇത്തിരി എടുത്തിട്ടുള്ളൂ. നമുക്കത് അടച്ചേക്കാം. ഇതെങ്ങനെ ഉണ്ടാവുമെന്ന് എനിക്കൊരു പിടുത്തവും ഇല്ല. നമുക്കന്ന് കഴിഞ്ഞു ഗൈസ്. എനിക്കിതിൻ്റെ മൊത്തം പറ്റണോ വേണ്ടേ എന്നാണ് കുറേ യൂട്യൂബ്സൊക്കെ ചെയ്ത് കണ്ടിട്ടുണ്ടേ. അതല്ലാതെ എനിക്ക് വലിയ പിടുത്തമൊന്നുമില്ല. ഇനിയിപ്പോൾ ഞാൻ ഓർഡർ ചെയ്തതിൻ്റെ ഫേസിൻ്റെ ഷെയ്ഡല്ല എന്നുണ്ടെങ്കിൽ പണി പാടും. എൻ്റെ ദൈവമേ, ഇത് ഫുള്ളായിട്ടോ. നമുക്ക് കൺസീലറായിട്ട് കൺസീലർ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം എന്തോ കാണുന്നില്ല. ഞാനത് പരട്ടിയ സ്ഥലത്ത് ഭയങ്കരമായിട്ട് വെളുത്തു. അയ്യോ, കൊള്ളാലോ. ഈ സാധനം നല്ല എഫക്റ്റീവാണെന്ന് തോന്നുന്നു കേട്ടോ. കയ്യിലൊക്കെ പെട്ടുമ്പോഴത്തേക്കും ഭയങ്കര എന്താ പറയുക, എനിക്ക് വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് എടുക്കാം. കട്ട് ചെയ്തിട്ട് നിങ്ങളെ കാണിക്കാം. പക്ഷേ എന്താ ഞാൻ കട്ട് ചെയ്തതെന്ന് വെച്ചാൽ, എനിക്ക് ഈ ഫൗണ്ടേഷനും പുതിയ പുതിയ സാധനങ്ങളൊക്കെ ഞാൻ നിങ്ങളെ കാണിച്ച് ചെയ്യുമ്പോഴത്തേക്കിനും ഒരു വല്ലാത്തൊരു രസമാണ് കേട്ടോ. ഞാനിതെന്തി കാണണേ ഗായ്സ്, നല്ലൊരു ഗ്ലോ കിട്ടി. മാത്രമല്ല എൻ്റെ ഷെയ്ഡിൻ്റെ അപ്പുറത്തൊരു ഷെയ്ഡാണിത്. പക്ഷെ എനിക്ക് നന്നായിട്ട് ബ്ലെൻഡായി ഗായ്സ്. എല്ലാവരും ട്രൈ ചെയ്തൊക്കെ കൊണ്ട് പൊളിയാണ്. 3-in-1 ഫൗണ്ടേഷനാണ്.
എല്ലാവരും ട്രൈ ചെയ്ത് ആരും നോക്കാതിരിക്കുകയാണ്. പൊളി സാധനമാണ് കേട്ടോ. എൻ്റെ സ്കിൻ കണ്ടില്ലേ നിങ്ങൾ? കണ്ടില്ലേ? കണ്ട എൻ്റെ സ്കിന്നിൻ്റെ കളർ ശരിക്കും പറഞ്ഞാൽ ഇതാണ്. പക്ഷെ അതിൽ ഞാൻ ഈ ഒരു കളറായി. ഭയങ്കര ഇഷ്ടപ്പെട്ടു ഗൈസ്. കോമ്പാക്റ്റ് തോല് അവിടെ ഇരിപ്പണി എടുക്കാൻ പറഞ്ഞു കേട്ടോ. അല്ല, ഞാൻ ഈ ഫൗണ്ടേഷനും കോമ്പാക്റ്റും കൺസീലറും ആണ് യൂസ് ചെയ്യാറ്. ലിപ്സ്റ്റിക്കും ഷെയ്ഡ് വന്നിട്ട് തെയ്യും വന്നിട്ട് തീയൊരു ഷെയ്ഡാണ്. വീഡിയോ എടുക്കുന്നതുകൊണ്ട് മാത്രം കേട്ടോ ഞാൻ ഡാർക്കായിട്ട് ഇടുന്നത്. അല്ലാതെ ഞാൻ ഒരു കുഞ്ഞ് ലിപ്സ്റ്റിക് ആട്ടോ ഇപ്പോൾ തീരുമെന്ന് പറഞ്ഞിരിക്കുക. ഞാനത് കുറേ സ്ഥലം മരുന്നിൻ്റെ വളമാണ്. ഞാൻ ഇപ്പോൾ ലിപ്സ്റ്റിക്കോ ലിപ് ബാമോ ഒന്നും ഇട്ടിട്ടില്ല. പറഞ്ഞുള്ള ലിപ് ഗ്ലോസ് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ആളുണ്ട് കേട്ടോ. ലഭിച്ചിട്ട് ഡ്രൈ ആക്കും. പക്ഷെ എനിക്ക് ഡ്രൈ ആവുന്നത് ലിപ്പാണ് എൻ്റെ ഇഷ്ടം. ഇത് ഒരുപാട് ഇട്ടുണ്ടല്ലോ. ഇതൊരു ഷെയ്ഡ് വന്നിട്ടേ ഈ ഒരു ഷെയ്ഡാണ്. കണ്ടില്ലേ? ഈ ഒരു മരത്തിൻ്റെ ഒക്കെ കളറാണ്. അപ്പം നമ്മൾ ചുണ്ടയിലൊക്കെ ഇട്ടാൽ ഒരുമാതിരി ഒരു തടിയുടെ ഒക്കെ കളറിൻ്റെ ആവില്ലേ, ആ കളറുകൾ തോന്നിക്കും. ഇതുപോലെ ശരിക്കും പറഞ്ഞാൽ ഇത്രയൊന്നും ഞാൻ ഇടില്ല കേട്ടോ. വീഡിയോ കാണുമ്പോൾ അത്ര ലൈറ്റായിട്ട് തോന്നും. പക്ഷേ ഞാൻ ഇവിടുന്ന് മിററിൽ നോക്കുമ്പോഴത്തേനും എൻ്റെ ഫേസൊക്കെ ഭയങ്കരമായിട്ട് ഗ്ലോ ചെയ്യുന്ന കാര്യം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ലിപ്സ്റ്റിക് കൊണ്ട് എടുത്തിട്ട് മാറ്റ് ഫിനിഷിങ് കിട്ടുക എനിക്ക് എനിക്ക് കൊള്ളക്കിട്ടിട്ട് കലക്കും. അടുത്തത് നമ്മുടെ ഒരു റോളോണാണ്. ഇതൊക്കെ ഒന്ന് പറ്റുക. ഇതിപ്പം രണ്ടാമത്തെ റോളോണാണ് കേട്ടോ. ഇപ്പോൾ ഞാൻ പറഞ്ഞ ഇപ്പോൾ ഗൾഫിന് കൊണ്ടുവന്നതാണ്. ഞാനിങ്ങനെ പറ്റാറില്ല. പരട്ടിട്ട് വരാം കേട്ടോ. ഞാൻ റോളോൺ ശരിക്കും പറഞ്ഞാൽ ഇത് ബോഡിയുടെ നമ്മൾ ഇടുന്ന ഡ്രസ്സിൻ്റെ താഴെ പറ്റാനുള്ളതാണ് ഇത് റോളോൺ എന്ന് പറയുന്നത്. പക്ഷെ ഞാനതെന്താ ചെയ്യണേ, ഞാനിത് ഇവിടെ മൊത്തം ഇങ്ങോട്ട് പരട്ടും. ബോഡി ഫുള്ള് ഞാൻ പരട്ടും. അതാണ് ഇപ്പോൾ നമുക്കൊന്ന് പരട്ടാം. ഇത് ഞാൻ അങ്ങനെ പരട്ടാറില്ല. അതുകൊണ്ട് എപ്പോൾ ഞാൻ പറ്റുന്നില്ല. അപ്പം നമുക്ക് അതിൻ്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ഏറ്റവും മെയിനായിട്ട് ഞാൻ എടുക്കുന്നത് സ്പ്രേ. ഇത് എൻ്റെ പപ്പ വൈന് കൊണ്ടുവന്നു, ഗൾഫിൽ കൊണ്ടുവന്നു. പപ്പ ഇവിടെ നിന്ന് കുറേ പേര് ചോദിച്ചിരുന്നു. പപ്പ ഒമാനിയാണ് ഗൈസ്. ഒമാൻ എനിക്ക് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ട്, എന്താ പറയുക, ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അടിപൊളി. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഇതുപോലത്തെ. അതിങ്ങനെ ഓരോരുത്തർക്ക് ഇവിടെ നിൽക്കുമ്പോഴത്തേക്കിനും അതേ മതിയാണ് ഇങ്ങനിപ്പോൾ നിൽക്കുന്നത്. ഇങ്ങനെ നിൽക്കിട്ട് എങ്ങനെയാണ് ഞാൻ നിൽക്കുന്നത്. എൻ്റെ മണം എനിക്ക് ഭയങ്കര ഇഷ്ടം. പപ്പ ഉറക്കി ഞാൻ അന്നേരം ഭയങ്കര ഇഷ്ടമായിട്ടോ ഓക്കെ. അപ്പം നല്ലൊരു അടിപൊളി ക്യൂട്ടായിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം. എനിക്ക് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. നല്ല രസമുണ്ട് കാണാനേ. ആ റെഡും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കളറാണ്. അപ്പോൾ നമ്മുടെ മേക്കപ്പ് വീഡിയോ ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ്. കുറച്ച് ലോങ് വീഡിയോ ആണെന്ന് എനിക്ക് മനസ്സിലായി. ലോങ് വീഡിയോ ആണ്, ഒരു ലോങ് വീഡിയോ ആണ്, നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇത് എത്ര മിനിറ്റ് എടുത്തൊന്നും എനിക്ക് പറയാനൊക്കില്ല. 14 മിനിറ്റ് എടുത്തു. നമുക്കറിയൂ. അതൊക്കെ പോട്ടെ. അപ്പോൾ നമുക്ക് ഞാൻ എന്തൊക്കെ പ്രൊഡക്ട്സാണ് യൂസ് ചെയ്തത് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ്. ആദ്യം ഞാൻ പെട്ടത് അലോവേര ആണ്. പിന്നെ ഈ ഒരു ക്രീമാണ് കേട്ടോ പെട്ടത്. പിന്നെന്താ, പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം ഡാം ഡോഗ്. എനിക്കിത് കാണുമ്പോഴും ഭയങ്കര ഇഷ്ടമാണിത്. അപ്പോൾ ഈ ഡാം ഡോക്കിൻ്റെ ഒരു നൈറ്റ് ക്രീമാണ്. ഇതിനെക്കുറിച്ച് ഞാൻ പറയണമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിപ്പോൾ ഞാൻ ലാസ്റ്റിൽ പറയാം കേട്ടോ. ഇതിനെക്കുറിച്ച് ഇപ്പം ഞാൻ അത് കാണിക്കുന്നുണ്ടല്ലോ. പിന്നെ നമ്മൾ മേക്കപ്പിലേക്ക് കടക്കുകയായിരുന്നു. മേക്കപ്പ് കിടന്നപ്പോൾ നമ്മൾ ഈ ഒരു ഗ്ലോ ആയിട്ടുള്ള ഈ ഒരു ഫേസസ് കാനഡയുടെ ഒരു, അപ്പോൾ അമ്മയ്ക്ക് കാനഡ ഇപ്പോൾ ഇട്ടിട്ട് ഇടാലോ.
കാനഡയുടെ അല്ലേ മോനെ. ചളി 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 ചളി. ഫൗണ്ടേഷൻ ഇട്ടു, നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഇത് നമ്മൾ ഈ ഒരു ലിപ്സ്റ്റിക് കോമ്പാക്റ്റ് ഇട്ടേനെ ഇപ്പോൾ പൊമ്പിൻ്റെ ഇട്ടു കേട്ടോ. ലിപ്സ്റ്റിക് ഇട്ടു. ഞാൻ പറഞ്ഞില്ല എൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഈ ഒരു ഷെയ്ഡാണ്. ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത്ര വലിയ ഒന്നുമില്ല, നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഞാനിട്ടത് ഈ ഒരു ബോഡി ലോഷൻ ഇട്ടായിരുന്നു, മറന്നു വിട്ടു കാണിക്കാൻ. പിന്നെ ഞാൻ ഈ ഒരു പെർഫ്യൂം അടിച്ചു. ഈ റോൾ ഓൺ പെരട്ടിയില്ല, കാണിച്ചതേ ഉള്ളൂ പെരട്ടി. അപ്പോൾ ഇത്രയൊക്കെയാണ് ഞാൻ പെരട്ടിയത്. അപ്പോൾ നിങ്ങൾ ഇതുപോലെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കുമ്പോൾ നിങ്ങളും ഞാൻ പറയട്ടെ, ഇത്രയും മേക്കപ്പ് സാധനങ്ങളും കൊണ്ടൊക്കെ മേക്കപ്പ് എടുക്കുമോ, മേക്കപ്പ് വീഡിയോ ഒക്കെ എടുക്കുമോ? ഇത്രയും സാധനങ്ങളൊക്കെ കൊണ്ട് ഇത്രയും സാധനങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾ മേക്കപ്പ് ഒക്കെ എടുക്കുമോ? പെർഫ്യൂം ഒക്കെ ഉണ്ട് കേട്ടോ. ഇത്രയും സാധനങ്ങളൊക്കെ കൊണ്ട് നിങ്ങൾ മേക്കപ്പ് എടുക്കുമോ? നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തോ. അപ്പോൾ ഞാൻ പറയണമെന്ന് വിചാരിച്ച സാധനമാണ് ഈ ഒരു ഡോക്കിൻ്റെ ഈ ഒരു സാധനവും പിന്നത്തെ ഈ സാധനത്തിന്, ഈ രണ്ടെണ്ണത്തിനെ കുറിച്ച് ഞാൻ പറയണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. അത് ഞാൻ ഇതിൻ്റെ പാർട്ട് 2 ആയിട്ട് ഇട്ടേക്കാം. അപ്പോൾ അതുവരെ ബൈ ബൈ. ഈ 2 പ്രോഡക്റ്റ്സാണ് എല്ലാവരും ഓർമ്മയാണ്. അപ്പോൾ ഇതുവരെ ബൈ ബൈ.